കോട്ടയം വാഴൂരിൽ മദ്യലഹരിയിൽ യുവതിയുടെ പരാക്രമം. ബസ് യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ആക്രമിച്ചു. പാലാ സ്വദേശിയായ യുവതിയെ പള്ളിക്കത്തോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതിയെയും ആളുകൾ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, എത്ര മണിയോടെയായിരുന്നു ഈ സംഭവം? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടായിരുന്നു സംഭവം. കോട്ടയം വാഴൂരിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. വാഴൂർ ചങ്ങനാശ്ശേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിനുള്ളിൽ വെച്ച് ഇത്തരത്തിൽ മദ്യലഹരിയിലായിട്ടുള്ള ഒരു യുവതി അവിടെ മറ്റ് യാത്രക്കാരോട് തട്ടിക്കയറുകയും തർക്കത്തിലേർപ്പെടുകയും ഒക്കെ ഉണ്ടായി. തുടർന്ന് അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുകയായിരുന്നു. ബസ് ജീവനക്കാരോടും ഈ യുവതി വളരെ മോശമായിട്ട് പെരുമാറുകയുണ്ടായി. അവർ തമ്മിലുള്ള എന്തോ വാക്ക് തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ തർക്കത്തിലേക്കും വലിയ പരാക്രമത്തിലേക്കും ഒക്കെ യുവതി കടന്നത്. തുടർന്ന് വാഴൂരിൽ ഈ ബസ് നിർത്തി യുവതിയെ പുറത്തേക്ക് ഇറക്കി ബസ് ജീവനക്കാർ നിർബന്ധിച്ച് യുവതിയെ പുറത്തേക്ക് ഇറക്കി. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷവും അവിടെ ഉണ്ടായിരുന്ന കാൽനട യാത്രക്കാരോടക്കം ഈ യുവതി തട്ടിക്കയറുകയും അനാവശ്യമായിട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ആ വഴിയിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയുടെ മുടി കുത്തിപ്പിടിക്കുകയും ഒക്കെ ഈ സ്ത്രീ ചെയ്യുകയുണ്ടായി. തുടർന്ന് നാട്ടുകാരെല്ലാവരും കൂടി ഈ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചും ഈ സ്ത്രീയെ ഉപദ്രവിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവരുടെ മുടിയിലും കുത്തിപ്പിടിക്കുന്ന നാട്ടുകാരെയൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ യുവതി വീണ്ടും ബസ്സിലേക്ക് ചാടിക്കയറുകയും അതിനുള്ളിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും നാട്ടുകാരും ചേർന്നിട്ടാണ് പള്ളിക്കത്തോട് പോലീസിനെ ഈ സംഭവ സമയം തന്നെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഈ യുവതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പാലാ സ്വദേശിയായിട്ടുള്ള യുവതിയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തായാലും അവരിപ്പോൾ നിലവിൽ പള്ളിക്കത്തോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. തന്നെയും ആളുകൾ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് യുവതി പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവതിയുടെ മറ്റ് ആരോഗ്യ അല്ലെങ്കിൽ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ ബാക്കി മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള ബാക്കി നടപടികൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്.